അപ്പോ നമ്മളെ ക്വീൻസ് ബാത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മള് ക്വീൻസ് ബാത്തിക്ക് പോകണം. എന്താ പറയാ, ക്വീൻസ് ബാത്ത് എന്ന് വെച്ചാൽ വുമൻസിന് വേണ്ടി പ്രൈവറ്റ് ആയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നല്ല രസമാണ്. നല്ല രസമാണോ രസമല്ലേ എന്നൊക്കെ അറിയാം, നമുക്ക് കണ്ടറിയാം. എന്നുവെച്ചാൽ നേരെ പോയി നമുക്ക് ക്വീൻസ് ബാത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയാം. ക്വീൻസ് ബാത്തിന്റെ എൻട്രൻസ് ഇല്ല. ഗൈസ്, യാസ്മിന് അതേപോലത്തെ ഒരു ബാത്റൂം വേണമെന്നാണ് പറയണത്. ഷാഹിദിന് നാണം വന്നിട്ട് അവൻ തിരിഞ്ഞെടുക്കണില്ലേ? ഇപ്പൊ ഷാഹിദ് തിരിഞ്ഞേ. ഓക്കെ ഓക്കെ, ഷാഹിദ് തിരിഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് എന്താ പറയാ ക്വീൻസ് ബാത്ത്. അതിന്റെ ഉള്ളിലത്തെ ഇത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താ പറയാ, ഇതാണ് എന്താ പറയാ ക്വീൻസ് വേയുടെ ഇതൊക്കെ ഉള്ളത്. ഇതിന്ന് നമുക്ക് അടിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. ക്വീൻസ് ബാത്തിനെ പറ്റി രണ്ട് വാക്കുകൾ പറയാൻ പോണത്. എന്താ പറയാനുള്ളത്? ഇവിടെ ക്വീൻസ് ബാത്താ, പക്ഷെ ഇവിടെ ക്വീൻസ് ഒന്നും ഇല്ല. നമ്മളെന്ത് ചെയ്യാം? എന്റെ വക തഗ്ഗേ. ഇതാണ് സൺസ്ക്രീൻ ഗൈസ്. സൺസ്ക്രീൻ തേക്കാണ്ടിരുന്നാൽ നമ്മുടെ ഇതെന്ത് പൊട്ടൻ ഗായ്സ്, ഇവര് പൊട്ടൻ തന്നെ. അച്ചു, ക്വീൻസ് ബാത്തിനെ കുറിച്ച് രണ്ട് വാക്കുകള്. ചിരിക്കാനല്ല, രണ്ട് വാക്കുകള്. ഇന്ന് വൈകുന്നേരം അച്ചൂസ് ബാത്ത് ഉണ്ട്, കൃഷ്ണയോടൊപ്പം. അല്ല, ഇന്ന് വൈകുന്നേരം അച്ചൂസ് ബാത്ത് ഉണ്ട്, കൃഷ്ണയോടൊപ്പം. ഹംപി വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുറെ അമ്പലങ്ങളുണ്ട്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഹംപി. ബ്യൂട്ടിഫുൾ ലൈക്ക് കൃഷ്ണ. അത് എനിക്ക് തന്നൊരു കോംപ്ലിമെന്റ് ആണ്. പക്ഷെ ശരിക്കും പറയാം, ഹംപിനെ കുറിച്ച് ശരിക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. യാസ്മിന്റെ റിവ്യൂ എന്ന് പറയുന്നത് അടിപൊളി എന്നാണ് പറയുന്നത്. അതെ അതെ, വെരി വെരി ബ്യൂട്ടിഫുൾ. റോസ് അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ കുശി വർത്താനം പറയുന്നുണ്ട്. റോസിനോട് നമുക്ക് ഹംപിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം. റോസിന് എന്താ പറയാ? എന്റെ അഭിപ്രായത്തിൽ ഹംപി നല്ല രസമുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാണ്. ഗൈസ്, തലേമ തൊപ്പിയൊക്കെ റോസിന്റെ തൊപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ടെമ്പിളിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. എൻ്റർ ആയി കഴിഞ്ഞു. ബാക്കില് കൊറേ എന്റെ ശിങ്കിടികൾ വരുന്നുണ്ട്. മിഥുൻ, പിന്നെ നിന്റെ ശിങ്കടി അത് എന്താ ഞാൻ പറയാൻ വന്ന മറന്നു. ക്യാമറ പറഞ്ഞ ബോധമില്ലാത്തൊരു നായയാണ് ഞാൻ. വേറെ കാര്യം. അപ്പൊ നമുക്ക് എന്താ ലോട്ടസ് ടെമ്പിളിലേക്ക് ചോദിക്കണൊന്നുമില്ല, മാറിപ്പോക്കാം. അതാണ്. എന്നാലും നീ ചോദിക്കും? ഇല്ല, ചോദിക്കുന്നില്ല. നമുക്ക് എന്താ പറയാ, ഇത് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ ഒന്ന് കാണിച്ചു തരാം വേഗം. ലോട്ടസ് മഹലിന്റെ ഒരു ടെമ്പിള്. ലോട്ടസ് ടെമ്പിൾ അല്ല, ലോട്ടസ് മഹലാണ്. അറിഞ്ഞൂടാ, എല്ലാം നമ്മൾ പറഞ്ഞു. ലോട്ടസ് മഹലിന്റെ ഇങ്ങനെ ഭൂലോക പൊട്ടൻ ലോകത്തില്ല. ടെമ്പിളിനും മഹലിനൊക്കെ പറയും. ഗൈസ്, കണ്ടോ ഈ മരത്തിന്റെ ഈ കൊലയുടെ വലിപ്പം കണ്ടോ ഗൈസ്? വലിയ കൊലയാണ് ഈ മരത്തിനുള്ളത്. കൊലയാ ഗൈസ്. പിന്നെ ഇതാണ് അമ്പലം. അമ്പലത്തിന്റെ അടുത്ത് നെഹമിൽ നിൽക്കുന്നുണ്ട്. ഹായ്, ഫോട്ടോ എടുക്കാൻ. അവര് ഫോട്ടോ എടുക്കണ അവരോട് മുന്നിൽ ചോദിച്ചാണ് ഗൈസ്. എന്നിട്ട് എന്താ പറയാ, എന്നിട്ട് ഇതാണ് അമ്പലം. ഈ അമ്പലത്തിന്റെ അപ്പുറത്ത് ചെടികളും ഇതൊക്കെ ഇടയോ ഗൈസ്. ഇപ്പൊ എന്നെ തലടിച്ച് വീണേ. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ശ്രദ്ധിച്ചു നോക്കുള്ളൂ. മിഥുൻ സൂപ്പറാണ്, മിഥുനേ മിഥുൻ സ്റ്റൈലാണ്, മിഥുൻ മാസാണ്, മിഥുൻ കൂളാണ്, ഗൈസ്. മിഥുനേ പീനട്ട് ഡ്രസ്, നോയൽ സാറേ അടിപൊളിയാണ്, സൂപ്പറാണ്, മാസാണ്, സനനാണ് ഗൈസ്. ഭാഷയുടെ ഭയങ്കര റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു അല്ലേ ഗൈസ്? നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മീരയാണ്, പക്ഷെ ഇത് മീരയല്ല. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറൽ വീഡിയോ കണ്ടില്ലേ? ഇപ്പൊ കണ്ട, ഇപ്പൊ ഇംഗ്ലീഷൊക്കെ പറയും. വീഡിയോ ഓൺ ആക്കുമ്പോൾ ഇംഗ്ലീഷാണ്, പക്ഷെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് വീഡിയോ ഓഫ് ചെയ്താൽ തന്നെ മനസ്സിലാവാ അല്ലേ? പ്രണവിന് അതിന്റെ അഭിപ്രായം? പ്രണവ് അതിന്റെ അഭിപ്രായം പറ. അതെ ഉറങ്ങുമ്പോ മാത്രം.